യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ അടുത്തയാഴ്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും പാക് സൈനിക മേധാവി അസീം മുനീറും അമേരിക്കയിൽ എത്തുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നു. ഇത് സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ പാക് മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വരുന്ന സെപ്റ്റംബർ 25 UN പൊതുസഭാ സമ്മേളനം നടക്കാൻ പോവുകയാണ്. അതിനിടയിലാകും ഇരു നേതാക്കളും തമ്മിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ച് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനുമായി ട്രംപിന് ബിസിനസ് കരാറുകളുണ്ട്. മാത്രമല്ല, ഇന്ത്യയുമായി ട്രംപ് ഉടക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ മറ്റേതെങ്കിലും രീതിയിലുള്ള നീക്കം ഉണ്ടാകുമോ എന്നതും രാജ്യം ഉറ്റുനോക്കുന്നു. ട്രംപിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്കിട്ട് അടുത്ത ആക്രമണം നടത്താനുള്ള പദ്ധതികൾ പാകിസ്ഥാൻ മെനയുകയാണോ എന്ന ചോദ്യവും ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ ട്രംപ് അതിന് കൂട്ടുനിൽക്കുമോ എന്നതും മറ്റൊരു ആശയക്കുഴപ്പത്തിലാണ് എന്നതാണ് മറ്റൊരു വസ്തുത. പാകിസ്ഥാനിലെ പ്രളയം മുതൽ ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം വരെ ചർച്ചാ വിഷയമാക്കുമെന്നും അതുപോലെ ഇന്ത്യ പാക് ബന്ധത്തിലെ ഉലച്ചിലുകൾ ഇതിൽ ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്താൻ സാധിക്കുമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുമെന്നാണ് മറ്റൊരു റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത്. അതേസമയം പാക് സേനയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്ത്യൻ സർവീസ് പബ്ലിക് റിലേഷൻസോ വാഷിംഗ്ടണിലെ പാക് എംബസിയോ ഇത് സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗിക ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും മറ്റൊരു ഉദാഹരണമാണ്. അസീം മുനീറിന്റെ തുടർച്ചയായ യുഎസ് സന്ദർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ചയെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ കൂടിക്കാഴ്ച യുഎസ് പാകിസ്ഥാൻ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുമോ എന്നതാണ് രാജ്യത്തെ നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നത്. ഏറെക്കാലത്ത് തന്നെ നയതന്ത്രപരമായ അകൽച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ജൂണിലായിരുന്നു അസീം മുനീറിനെ ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചതോടുകൂടിയിട്ടായിരുന്നു യുഎസ് പാകിസ്ഥാനുമായുള്ള ഒരു ബന്ധം കൂടുതൽ ദൃഢമാകുന്നതും. അതുപോലെ മുനീറിന്റെ സന്ദർശനത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാനുമായി യുഎസ് വ്യാപാര കരാർ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വർഷങ്ങളോളം നയതന്ത്രപരമായ അകൽച്ചയ്ക്ക് ശേഷം ജൂണിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീം മുനീറിനെ വൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്യുകയും വ്യാപാരം, സാമ്പത്തികം, വികസനം, അതുപോലെ ക്രിപ്റ്റോ കറൻസി എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ യുഎസ് പാക് ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയാണ് ചെയ്തത്. അതിനെല്ലാം ദിവസങ്ങൾക്ക് ശേഷം ജൂലൈയിലാകട്ടെ ട്രംപ് ഭരണകൂടം പാകിസ്ഥാനുമായി ഒരു വ്യാപാര കരാർ പ്രഖ്യാപിക്കുകയും ഇസ്ലാമാബാദിന്റെ വമ്പിച്ച എണ്ണശേഖരം വികസിപ്പിക്കാൻ വാഷിംഗ്ടൺ സഹായിക്കുമെന്ന് പറയുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ മെയ് മാസത്തിൽ ഇന്ത്യയുമായുള്ള സൈനിക സംഘർഷത്തിനിടെ ട്രംപ് നടത്തിയ സമാധാന ഇടപെടലിന് ഇസ്ലാമാബാദ് ട്രംപിന് അംഗീകാരം നൽകിയതോടെ തന്നെ യുഎസ് പാകിസ്ഥാൻ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാവുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആണവായുധങ്ങളുടെയും 2 ഏഷ്യൻ അയൽ രാജ്യങ്ങൾക്കിടയിൽ തന്നെ വ്യാപാര ടാരിഫ് ഭീഷണികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമാധാന ഉടമ്പടിക്ക് മധ്യസ്ഥത വഹിക്കാൻ താൻ സഹായിച്ചതായി യുഎസ് പ്രസിഡന്റ് പറഞ്ഞെങ്കിൽ പോലും ഇന്ത്യ ശക്തമായി അതിനെ നിഷേധിക്കുന്ന അവകാശവാദമാണ് പിന്നീട് ഉന്നയിച്ചത്. അതുപോലെ സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യൻ സൈനികരെ സമീപിച്ചതിന് ശേഷമാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയതെന്ന് ഇസ്ലാമാബാദ് ആദ്യം പറഞ്ഞെങ്കിൽ പോലും പിന്നീട് അത് മുന്നേറ്റത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വാഷിംഗ്ടൺ നൽകുകയും അവർ ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.